ചിക്കനിൽ മസാല വരട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3 ടീസ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ബാക്കി പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളകും പൊടി. കാശ്മീരി മുളക് പൊടി ഒന്നുമല്ല, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണേ. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണ ആൾ ഭയങ്കര സ്ലോ ആട്ടോ. അപ്പോൾ മസാലയിൽ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കറക്റ്റായി. മദ്യം ഇളക്കിയത് ഇത് എവിടേക്ക് ഇളക്കിക്കൊണ്ടിരിക്കണു. ചിക്കൻ ചേർത്ത് കൊടുക്കാം. വേണ്ട, ചിക്കനിൽ നന്നായി ചേർക്കണമെന്ന് പറഞ്ഞാൽ നന്നായി മസാല ചേർത്ത് പിടിപ്പിക്കണം. നന്നായിട്ട് എല്ലായിടത്തും ചിക്കൻ്റെ എല്ലാ പീസിൻ്റെ മുകളിലും. ഇത് നല്ല ബിരിയാണിക്ക് എന്നുള്ള ലെവലിൽ നല്ല വലിയ പീസാണ് വെട്ടി കൊടുക്കുന്നത്. എത്ര വലിയ പീസായാലും തൈര് ചേർത്തിട്ട് ഒരു 2 മണിക്കൂർ മസാല പറ്റി വെച്ചാൽ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് തൽക്കാലം ഒരു 2 മണിക്കൂർ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമുക്ക് ചോറ് റെഡിയാക്കണം. അപ്പോൾ ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. ഈ തലച്ചോറ് മാതിരി ഇങ്ങനെ വരണതാണ് കേട്ടോ ഡാൽഡ. അപ്പോൾ ഡാൽഡ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അത്ര കുലുക്കിയിട്ടും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ ടീസ്പൂൺ ഇട്ടിട്ട് കോലിട്ട് കുത്തിയെടുത്തിട്ടാ. അപ്പം നെയ്യ് കിട്ടി. ബാക്കിയുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുത്തു. ഒരു 50 ഗ്രാമോളം നെയ്യ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള നെയ്യായി. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ഒന്നിങ്ങനെ ചെറുങ്ങനെ ആയി വന്നപ്പോൾ മുന്തിരി ചേർത്ത് കൊടുക്കുക. മുന്തിരി ആ കോലുകൊണ്ട് എടുത്താൽ റെഡി ആവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് അരിപ്പക്കൈയിലെടുത്തിട്ട് വന്നു കേട്ടോ, അല്ലെങ്കിൽ അപ്പടി കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ മുന്തിരി ഫുള്ളായിട്ട് കോരിയെടുത്തു. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതവിടെ മുന്തിരിയുടെ കവറുകൾ മൊത്തം കിടക്കണം. ഇനി സവോള ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ മീതെ ഇടാനുള്ള നെയ്ച്ചോറിൻ്റെ മീതെ ഇടാനുള്ള സവോള നമുക്ക് വറുത്ത് കോരാം. ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ, വേഗമാവും ഉപ്പ് ചേർത്ത് കൊടുത്താൽ. ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നില്ല. അതിന് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവോളയമ്മ ആദ്യമേ തിരുമ്പി വെച്ചാൽ മതി. ഉപ്പ് നന്നായി തിരുമ്പി ഇതാക്കിയാൽ വേഗമായി കിട്ടും. അപ്പം അങ്ങനെ വീഡിയോയിൽ ഒരു കളറ് വ്യത്യാസമായിട്ട് തോന്നുന്നു, പക്ഷേ നല്ല കളർ തന്നെ കേട്ടോ. ഒരു കറുത്ത കളർ മാതിരി വീഡിയോയിൽ തോന്നണത് എന്താണാവോ. നല്ല പാകത്തിന് മൊരിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. ഡാൽഡയിൽ വറുത്ത കാരണം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറിലിട്ട് തിന്നാനല്ല കേട്ടോ, വെറുതെ വരി തിന്നാൻ. അപ്പോൾ അത് റെഡിയായി. നമുക്ക് ചോറ് റെഡിയാക്കാം.
അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഈ ഡാൽഡ നെയ്യും കൂടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത സവോളയും കൂടി വറുത്ത ആ നെയ്യ് തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വേറെ എക്സ്ട്രാ വേറെ ഒന്നും എടുത്തില്ല. അപ്പോൾ അതിലേക്ക് ഇനി 2 കിലോ അരിയാണ് ഞാൻ നെയ്ച്ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് 10 രൂപയുടെ പൊടിക്കാത്തൊരു പാക്കറ്റ് മസാല. അതിൽ കസ്കസ ഉപയോഗിക്കണില്ല, ബാക്കി പെരുംജീരകവും സാജീരകവും ബേ ലീഫും ഏലക്കായ അങ്ങനെയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ ക്യാരറ്റ് അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തു. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ച ഒരു ഇതുണ്ട്, അതൊന്ന് മാറുന്നത് വരെ. 2 കിലോ അരിയുണ്ട്. 2 കിലോ അരി എന്ന് പറയുമ്പോൾ ഞാൻ അളന്ന ക്ലാസ്സിന് 8 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 8 ഗ്ലാസ് അരിക്ക് 16 ഗ്ലാസ് വെള്ളം. അപ്പോൾ കുറച്ച് നേരം അരിനെ നമുക്കതിലിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രം ഓടി കളിക്കുക. അപ്പോൾ അരിയൊക്കെ ഒന്ന് റോസ്റ്റായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇളക്കാം. അരി ഇട്ടൊക്കെ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒക്കെ റെഡിയാക്കി നമുക്കതിനൊന്ന് മൂടി വയ്ക്കണം. ഇത്തിരി നേരം മൂടി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മല്ലിച്ചപ്പ് അരിഞ്ഞെടുക്കാം. ആകുമ്പോൾ തിളച്ച് വരട്ടെ, അപ്പോഴത്തേന് മല്ലിച്ചപ്പ് അരിഞ്ഞെടുക്കാം. മല്ലിച്ചപ്പ് 2 ദിവസം മുന്നേ മേടിച്ചതാണെങ്കിൽ ഒന്ന് വാടിയുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒന്ന് കഴുകിയിട്ട് മണ്ണും പൊടിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടുവെച്ചാൽ നല്ല ഫ്രഷായിട്ട് വീണ്ടും ഇരിക്കും. ബിരിയാണി നെയ്ച്ചോറ് ആവുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കച്ചമ്പ് റെഡിയാക്കാം. അപ്പോൾ സബോള ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പച്ചമുളക്, കുറച്ച് ഉപ്പ്, നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കുക. അപ്പോൾ ആ സബോള ഇങ്ങനെ അരിഞ്ഞത് ഇങ്ങനെ വേറിട്ട് വരും, ഒരു മയവും വരും അതിന്. നമുക്ക് അതിലേക്ക് ഒരു പാക്കറ്റ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തൈര് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് പോരാട്ടോ. അപ്പം നമ്മുടെ കച്ചമ്പറ് അവിടെ സെറ്റായി. പിന്നെ അത് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ചോറ് ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഈ ഉപ്പ് പാകമായിരുന്നു, പിന്നെ ഇടേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി വന്നു. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു 2 ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുത്തു. അരിയൊക്കെ വറ്റി വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ സബോള മുപ്പിച്ച് ഇട്ട് കൊടുത്തു, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിയില. അപ്പം നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ചിക്കൻ്റെ കാലാദ്യം തന്നെ വറക്കട്ടോ. ഈ കാലിടുന്ന കാണുമ്പോൾ അത് കാല് കിട്ടില്ല കേട്ടോ. 2 കാല്, ഒരു കോഴിക്ക് 2 കാലുള്ളൂ അത്ര.
3 കാല ഇല്ല, അത് ഒരു കോഴിയില്ല അത്ര. ചിക്കനൊക്കെ നമുക്ക് വറുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ഉണ്ടാക്കണം. വറുത്ത് കറി വയ്ക്കാം. അപ്പം അത് ചിക്കൻ റെഡി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അപ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അത് പേസ്റ്റിന് പകരം നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കില്ല. അപ്പോൾ അതിന് പകരം സോസെല്ലാം ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി ഒരു 4-5 തക്കാളി. അത് നല്ല രസം ഉണ്ടാവും തക്കാളിയുടെ സോസിന് പകരം. നമ്മൾ സോസ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു 4-5 തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ തക്കാളിയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെ ചട്ടി മാറ്റി നമ്മൾ ഉരുളി വെച്ചു. എണ്ണയിലേക്ക് തന്നെ സവോള ഇട്ട് കൊടുത്തു. ഒരു 8 സവോളോളം ഉണ്ട് കേട്ടോ, വലിയ സവോളയാണ്. 8 സവോളോളം അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കളറിന് ലേശം മഞ്ഞൾപ്പൊടി, ഇനി സവോള ഒന്നിങ്ങനെ വാടി വരണം. സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊണ്ട് ഇട്ടാൽ പച്ചമുളക് പൊടിച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് മാറിയപ്പോൾ നമ്മൾക്ക് അടിച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി വഴണ്ട് വന്ന് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വലിയ ടീസ്പൂൺ കൊണ്ട് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ കൊണ്ട് ഒരു 2 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുത്തു. കാശ്മീരി ചില്ലി ചേർത്തിട്ടില്ല, സാധാ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റായി. അപ്പം ഞാൻ അതിലേക്ക് ഗ്രേവിക്കായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം. ഇതിൽ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം തൈരുണ്ട് കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ ഒരു ചായ പോകാൻ വേണ്ടിയിട്ട് നന്നായി തിളയ്ക്കുന്ന വരെ ഇളക്കിയെടുക്കാം. ഗ്രേവിയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ഞാൻ ഗ്രേവി